പണ്ട് മഗധ രാജ്യത്തിൽ ഒരു ധനികനായ വ്യാപാരി ഉണ്ടായിരുന്നു. തന്റെ സമ്പാദ്യത്തെക്കുറിച്ച് അയാൾ എപ്പോഴും ആശങ്കാകുലനായിരുന്നു. ഇപ്പോഴുള്ള സമ്പത്ത് തന്റെ ജീവിതം വളരെ എളുപ്പമാക്കുമെന്നും ഭാവിയിൽ തന്റെ ഏക മകന്റെ ജീവിതം പോലും എളുപ്പമാക്കുമെന്നും അയാൾ ഉറപ്പിച്ചു കരുതി. എന്നാൽ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെയും അവരുടെ മക്കളുടെയും തലമുറകൾ എങ്ങനെ സന്തോഷത്തോടെ ജീവിതം നയിക്കുമെന്ന ചിന്ത അയാളെ അലട്ടി. ആ സമയത്ത് മഹാത്മാ ഗൗതം ബുദ്ധൻ മഗധ രാജ്യത്തിലെ ബുദ്ധസന്യാസിമാരെ കാണാൻ അവിടെ വന്നിരുന്നു. ധനികന്റെ ഒരു സുഹൃത്ത് അയാളോട് പറഞ്ഞു, മഹാനായ ബുദ്ധന് മാത്രമേ നിന്റെ ആശങ്കകൾ അകറ്റാൻ കഴിയൂ. നീ ഭഗവാൻ ബുദ്ധന്റെ അടുത്തേക്ക് പോകണം. സുഹൃത്തിന്റെ ഉപദേശപ്രകാരം ധനികൻ ബുദ്ധനെ കാണാൻ പോയി. മഹാത്മാ ഗൗതം ബുദ്ധൻ അപ്പോൾ ചർച്ചായോഗത്തിൽ അവിടുത്തെ ഗ്രാമവാസികളോട് പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗം കഴിഞ്ഞതിനു ശേഷം ധനികൻ ബുദ്ധനെ വണങ്ങി പറഞ്ഞു, ശ്രീബുദ്ധ, ഒരു കാര്യം എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോൾ ധാരാളം പണമുണ്ട്, പക്ഷേ അടുത്ത 4 തലമുറകളെ ആഡംബരത്തിൽ നിലനിർത്താൻ പര്യാപ്തമല്ല. എൻ്റെ കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും ആഡംബരപൂർണമായി ജീവിതം നയിക്കാൻ കഴിയുന്നത്ര സമ്പത്ത് എനിക്കുണ്ടാക്കണം. ഈ പണം ഒരിക്കലും തീരില്ല. എനിക്കിനിയും കൂടുതൽ പണവും സമ്പത്തും വേണം. അതില്ലാത്തതിനാൽ ഞാൻ എപ്പോഴും വിഷമിക്കുന്നു. ബുദ്ധൻ അല്പനേരം നിശബ്ദനായി. ധനികന്റെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം മൃദുവായി പുഞ്ചിരിച്ചു. ശരി, നിങ്ങൾക്ക് അനന്തമായ പണവും സമ്പത്തും ഉണ്ടാകും, പക്ഷേ അതിന് നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യണം. ധനികൻ അത്യുത്സാഹത്തോടെ ചോദിച്ചു, പറയൂ ശ്രീബുദ്ധ, എന്താണ് ആ ചെറിയ കാര്യം? ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ബുദ്ധൻ പറഞ്ഞു, ഞാൻ ഈ നഗരത്തിൽ വന്നപ്പോൾ തെരുവിൽ അല്പം അകലെയുള്ള ഒരു ചേരിയിൽ താമസിക്കുന്ന വളരെ ദരിദ്രരായ ആളുകളെ ഞാൻ കണ്ടു. നിങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ഭക്ഷണം നൽകണം. ധനികൻ ഇത് കേട്ട് അത്യധികം സന്തോഷിച്ചു പറഞ്ഞു, ശ്രീബുദ്ധ, ഇത് വളരെ ചെറിയ കാര്യമാണ്. ഞാൻ നാളെ തീർച്ചയായും ഒരു കുടുംബത്തിന് ഒരു ദിവസത്തെ ഭക്ഷണം നൽകും. അടുത്ത ദിവസം ബുദ്ധന്റെ കൽപ്പന പ്രകാരം ഒരു കുടുംബത്തിനുള്ള ഒരു ദിവസത്തെ ഭക്ഷണവുമായി ധനികൻ ചേരിയിലേക്ക് പോയി. ചേരിയിലെ ആദ്യത്തെ കുടിലെത്തിയപ്പോൾ കുടിലിനുള്ളിൽ ഒരു വൃദ്ധൻ ധ്യാനനിരതനായിരിക്കുന്നതും അയാളുടെ ഭാര്യ അടുപ്പിൽ അപ്പമുണ്ടാക്കുന്നതും ധനികൻ കണ്ടു. പണക്കാരൻ ആ സ്ത്രീയോട് പറഞ്ഞു, നഗരത്തിലെ ഏറ്റവും വലിയ ധനികനാണ് ഞാൻ. നിങ്ങൾക്കൊരു ദിവസത്തെ ഭക്ഷണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സ്ത്രീ ധനികനെ വണങ്ങി നന്ദി പറഞ്ഞു. അവർ പറഞ്ഞു, പക്ഷേ ഇന്ന് ആവശ്യത്തിന് ഭക്ഷണമുള്ളതിനാൽ എനിക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല. ധനികൻ ആശ്ചര്യപ്പെട്ടു. അതിനെന്താണ്? ഈ സാധനങ്ങൾ നാളത്തേക്ക് ഉപയോഗിക്കുക. അവർ പറഞ്ഞു, നാളെക്കുറിച്ചോർത്ത് ഞങ്ങൾക്ക് വിഷമിക്കേണ്ടതില്ല. ഞങ്ങൾ ദിവസവും ജോലി ചെയ്യുന്നു. അതിൽ നിന്നും കിട്ടുന്ന കൂലി കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഈ സംഭാവന ആവശ്യമില്ല. നിരാശനായ ധനികൻ അവിടെ നിന്നും മടങ്ങി മറ്റൊരു കുടിലിൽ കയറി. അവിടെ ഒരമ്മ തൻ്റെ 2 മക്കളെ ഉറങ്ങാൻ കിടത്തുന്നത് അയാൾ കണ്ടു. ധനികൻ പറഞ്ഞു, ഈ നഗരത്തിലെ ഏറ്റവും വലിയ ധനികൻ ഞാനാണ്. നിങ്ങളുടെ കുടുംബത്തിന് ഒരു ദിവസത്തെ ഭക്ഷണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ പറഞ്ഞു, നന്ദി, നിങ്ങൾ മഹാനാണ്, പക്ഷേ ഞങ്ങൾക്ക് ഈ സംഭാവന ആവശ്യമില്ല. ഇന്നത്തെ പാചകവും അത്താഴവും കഴിഞ്ഞു. ധനികൻ വളരെ ശുഭാപ്തി വിശ്വാസിയായിരുന്നു. അയാൾ പറഞ്ഞു, ഇന്നത്തെ അത്താഴം കഴിഞ്ഞോട്ടെ. ഈ സാധനങ്ങൾ നാളത്തേക്ക് സൂക്ഷിക്കുക. നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കും കൊടുക്കുക. അമ്മ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്കിത് സ്വീകരിക്കാൻ കഴിയില്ല. എനിക്കറിയാം, തീർച്ചയായും എൻ്റെ 2 കുട്ടികൾ ഉറക്കമുണർന്ന് ഇത്രയും നല്ലതും രുചികരവുമായ ഭക്ഷണം കാണുമ്പോൾ വളരെ സന്തോഷിക്കും. പക്ഷേ എനിക്ക് അടുത്ത ദിവസം അത് വാങ്ങാൻ കഴിയില്ല. കുട്ടികൾ വളർന്ന് സത്യസന്ധമായി സമ്പാദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള എല്ലാ ഭക്ഷണങ്ങളും അവർ സ്വയം വാങ്ങിക്കഴിക്കും. ഇപ്പോൾ അവർ ഈ ദൗർലഭ്യം മനസ്സിലാക്കട്ടെ. ധനികൻ അല്പനേരം നിശബ്ദനായി നിന്നു. എന്തിനാണ് ഗൗതമ ബുദ്ധൻ തന്നെ ഈ ചേരിയിലേക്ക് അയച്ചതെന്ന് ധനികന് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ ധനികൻ ബുദ്ധന്റെ അടുത്ത് വന്ന് കുമ്പിട്ട് പറഞ്ഞു, ശ്രീബുദ്ധ, എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ ചേരിയിലേക്ക് അയച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഭാവിയെക്കുറിച്ച് വിഷമിക്കുന്നത് ശരിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ശ്രീബുദ്ധ, ഈ വിഷമം എനിക്ക് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വിശദമായി എന്നോട് പറയാമോ? എങ്ങനെയാണ് മനസ്സിൽ ഉത്കണ്ഠ ജനിക്കുന്നത്? പിന്നെ അതിൽ നിന്നും മോചനം നേടാൻ എന്താണ് വഴി? ബുദ്ധൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാളെയെക്കുറിച്ചുള്ള ആകുലത അത് നാളെ സമാധാനമുള്ളതാക്കിയാലും ഇല്ലെങ്കിലും ഇന്നത്തെ സമാധാനം നശിപ്പിക്കും. ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും കവർന്നെടുക്കുകയും നമ്മെ മാനസിക രോഗികളാക്കുകയും ചെയ്യുന്ന ഒരുതരം മാനസിക രോഗമാണ് വിഷാദം. ഭാവിയിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഉത്കണ്ഠ ജനിക്കുന്നത്. അല്പം ആഴത്തിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ? ധനികൻ പറഞ്ഞു, ശ്രീബുദ്ധ, എങ്കിൽ ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉപേക്ഷിക്കണോ? ബുദ്ധൻ പറഞ്ഞു, വർത്തമാനകാലത്ത് നമുക്കുണ്ടാകുന്ന ഏതു പ്രശ്നവും അല്ലെങ്കിൽ ഭാവിയിൽ നാം അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നവും സൂക്ഷ്മമായി വിശകലനം ചെയ്യണം. പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തണം. ആ മൂലകാരണം സംഭവിക്കുന്നത് തടയാൻ പ്രത്യേക നടപടികൾ സ്വീകരിക്കണം. എന്നാൽ ഇത് ചെയ്യാതെ രാവും പകലും പ്രശ്നത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമ്മൾ തന്നെ കൂടുതൽ ആശങ്കകൾക്ക് ജന്മം നൽകും. ഒടുവിൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം പാഴാക്കി മാനസിക രോഗികളാകും. ഭാവിയിൽ മിക്കവാറും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് ആളുകൾ ആശങ്കാകുലരാണ്. ആശങ്ക ആളുകളെ തളർത്തുന്നു. ഇനിയിപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് നമ്മൾ എങ്ങനെയെങ്കിലും നേരിടും. എന്നാൽ വിഷാദരോഗം അനുഭവിക്കുന്നവരെ പോലെ അതത്ര ദുഃഖകരമല്ല. ധനികൻ മഹാത്മാ ബുദ്ധനോട് ചോദിച്ചു, ശ്രീബുദ്ധ, എന്താണ് ജീവിക്കാനുള്ള ശരിയായ മാർഗം?
അദ്ദേഹം പറഞ്ഞു, ഭാവിയിലേക്കുള്ള നമ്മുടെ ജീവിതത്തിൽ നാം പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു. അവ യാഥാർത്ഥ്യമാകാതെ വരുമ്പോൾ നാം വിഷമിക്കാൻ തുടങ്ങുന്നു. ഈ സമയം തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നതാണ് ജീവിതം. ഇതെല്ലാം അറിഞ്ഞാലും ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഓർത്ത് ആളുകൾ വേവലാതിപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ നിമിഷത്തെ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. ഇനി മുതൽ ഒരു ശാശ്വത സത്യം ഓർക്കുക: ഭൂതകാലത്തെയും ഭാവിയിലെയും സംഭവങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിച്ചുകൊണ്ട് നമുക്കത് മാറ്റാൻ കഴിയില്ല. ധനികൻ പറഞ്ഞു, ശ്രീബുദ്ധ, എനിക്ക് താങ്കൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എത്ര ശ്രമിച്ചാലും കുടുംബത്തെയും കുട്ടികളെയും കുറിച്ചോർത്ത് ഞാൻ നല്ല രീതിയിൽ വിഷമിക്കും. ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും. ഇതു കേട്ട് ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ ചിന്തകളെ നല്ല അടിസ്ഥാന ചിന്തകളിലേക്ക് മാറ്റണം. നിങ്ങൾക്കൊരു കാര്യമറിയാം, പക്ഷേ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ ജനനത്തിന് മുമ്പ് ഈ ലോകമുണ്ടായിരുന്നു. നിങ്ങളുടെ വേർപാടിന് ശേഷവും ഈ ലോകം നിലനിൽക്കും. നമ്മുടെ വരവും പോക്കും ഈ ലോകത്തൊരു മാറ്റവും വരുത്തില്ല. കാരണം നമ്മുടെ ജനനത്തിന് മുമ്പുള്ള സമയവും വിട പറയുന്നതിന് ശേഷമുള്ള സമയവും നമ്മുടെ കയ്യിലല്ല. ഇതാ ഇപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ജീവിക്കുന്നു. നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഇപ്പോഴത്തെ നിമിഷം മാത്രമേ ഉള്ളൂ. ജീവിതത്തിലെ അമൂല്യമായ വർത്തമാന നിമിഷം വരുമ്പോഴെല്ലാം കുറച്ചു സമയത്തിനു ശേഷം അത് അപ്രത്യക്ഷമാകുന്നു. ഇനി പറയൂ, നിങ്ങൾ എന്തു ചെയ്യും? വിഷമിച്ചുകൊണ്ട് ആ വിലപ്പെട്ട സമ്മാനം പാഴാക്കുമോ, അതോ അനാവശ്യമായി ചിന്തിക്കാതെ ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിച്ച് ഔദാര്യത്തോടെയും ദയയോടെയും സന്തോഷം പങ്കിടുമോ? വർത്തമാനകാലത്തെ എങ്ങനെ കൂടുതൽ ഉപയോഗപ്രദമാക്കാം, ഓരോ നിമിഷവും കൂടുതൽ സന്തോഷത്തിലും ശാശ്വത സമാധാനത്തിലും എങ്ങനെ ചെലവഴിക്കാം എന്നതിനെക്കുറിച്ച് മാത്രമേ നാം ചിന്തിക്കാവൂ. നിഷേധാത്മക ചിന്തകൾ നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുമെന്ന് ഓർക്കുക. ഇപ്പോൾ ധനികൻ പറഞ്ഞു, ശ്രീബുദ്ധ, എനിക്ക് താങ്കളുടെ തത്വശാസ്ത്രം മനസ്സിലായി. പക്ഷേ മനസ്സിലൊരു ചോദ്യമുയരുന്നു. ഒരു വ്യക്തി ദുഃഖത്താൽ മൂടപ്പെട്ടാൽ അവൻ എങ്ങനെ ആ ദുഃഖത്തിൽ നിന്ന് മുക്തനാകും? മഹാത്മബുദ്ധൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴെങ്കിലും ആഴത്തിലുള്ള തുരങ്കത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ടോ? തുരങ്കത്തിനുള്ളിൽ എന്തൊരു ഭീകരമായ ഇരുട്ടായിരിക്കും. ഈ തുരങ്കത്തിൽ കുടുങ്ങിയാൽ മരണം ഉറപ്പാണെന്ന് എപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ തുരങ്കത്തിന്റെ മറ്റേ അറ്റത്ത് ഒരു വഴിയുണ്ടെന്നതും സത്യമാണ്. അതാണ് വെളിച്ചത്തിന്റെ വഴി, ജീവിതത്തിന്റെ വഴി. എന്നാൽ നിങ്ങൾ അതിനു ശ്രമിച്ചില്ലെങ്കിൽ ഞാൻ തുരങ്കത്തിൽ കുടുങ്ങിയെന്നും എനിക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ലെന്നും ചിന്തിച്ച് നിങ്ങൾ വെറുതെ ആകുലപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പുറത്തിറങ്ങില്ല. പതുക്കെ മരണം നിങ്ങളെ വിഴുങ്ങും. പക്ഷേ ഈ തുരങ്കത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾ കഠിനമായി ശ്രമിച്ചാൽ കുറച്ചു സമയമെടുത്താലും തീർച്ചയായും നിങ്ങൾ ആ ഭയാനകമായ തുരങ്കത്തിൽ നിന്ന് പുറത്തു കടക്കും. നാം അറിയാതെ സ്വയം വിഷമിക്കുന്നത് ഒരു ശീലമായി മാറുന്നു. ശക്തമായ ഇച്ഛാശക്തിയും പരിശ്രമവും കൊണ്ട് മാത്രമേ ഈ ആശങ്കയിൽ നിന്ന് കരകയറാൻ സാധ്യമാകൂ. തീർച്ചയായും അത് സാധ്യമാകും. ധനികൻ ബുദ്ധനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ശ്രീബുദ്ധ, എനിക്ക് മനസ്സിലായി. വിഷമിച്ചും ആകുലപ്പെട്ടും ഞാൻ വളരെയധികം സമയം പാഴാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി മുതൽ ഞാൻ സൽപ്രവർത്തികളിലൂടെയും നിത്യശാന്തിയിലൂടെയും ജീവിതം ആസ്വദിക്കും. സുഹൃത്തുക്കളെ, ആഴത്തിൽ ചിന്തിക്കുക. നമ്മൾ ഇന്ന് ജീവിക്കുന്നു. നാളെ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായും അറിയില്ല. എപ്പോൾ വേണമെങ്കിലും നഷ്ടമാകുന്ന ഈ ജീവിതത്തെ എന്തിനു വ്യർത്ഥമായി ആകുലപ്പെട്ട് ചെലവഴിക്കുന്നു? ഈ പ്രപഞ്ചത്തിൽ ഭൂമിക്ക് 4.5 ബില്യൺ വർഷം പഴക്കമുണ്ടെന്ന് നാം ഓർക്കണം. 60, 70, 80 വയസ്സുവരെ ജീവിച്ച് എല്ലാറ്റിനെയും കുറിച്ച് ആകുലപ്പെട്ട് വിഷമിച്ച് നിങ്ങൾ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിനൊരു പ്രശ്നമല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും പറയൂ, ഞാൻ ഇവിടെ വെറുതെ ജീവിക്കാൻ വേണ്ടിയല്ല, ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാനാണ് വന്നത്. റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടായാൽ എന്തു ചെയ്യും? ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുന്നത് നമ്മുടെ ശീലമായി മാറി. ഇന്ന് മഴ പെയ്താൽ എൻ്റെ ജോലിക്ക് എന്തു സംഭവിക്കും? അവൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഭാവിയിൽ ഞാൻ എന്തു ചെയ്യും? കുട്ടിയുടെ ഭാവി സുരക്ഷിതമായില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? അവൾ എന്നെ മറന്നാൽ ഞാൻ എന്തു ചെയ്യും? ഈ ഉപയോഗശൂന്യമായ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? വിഷമിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മാറ്റാൻ കഴിയില്ല. മരണം നിങ്ങളുടെ മുന്നിൽ വന്നാൽ എല്ലാ ആശങ്കകളും ഒറ്റയടിക്ക് ചെറുതും നിസാരവുമായി മാറും. അപ്പോൾ നിങ്ങൾക്കിത് മാത്രമേ തോന്നൂ, ഞാൻ ഈ നിമിഷം ഭൂമിയിൽ നിന്നും വിട പറയുന്നു. വിഷമിക്കേണ്ടതിന്റെ അർത്ഥം എന്താണ്? അതിനാൽ ജീവിക്കുക, സന്തോഷത്തിൽ ജീവിക്കുക, ജീവകാരുണ്യത്തിലും പരോപകാരത്തിലും ജീവിക്കുക, സ്നേഹത്തിൽ ജീവിക്കുക, എല്ലാവരോടും പുഞ്ചിരിക്കുക, ലോകത്തിന്റെ അത്ഭുതകരമായ സൗന്ദര്യം അനുഭവിക്കുക, എല്ലാ വ്യക്തികളെയും ബന്ധങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ഉദാരമായി ജീവിക്കുക, സ്വയം സ്നേഹിക്കുക, ജീവിതത്തിന്റെ ശാശ്വത സത്യമറിയുക. പ്രതിസന്ധികൾ വരുമ്പോൾ ചിന്തിച്ച് സമയം കളയാതെ അതിനെ മറികടന്ന് എന്നേക്കുമായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.